ആ ബോധാനന്ദ സ്വാമികളെയാണ് ഈ പരമേശ്വര മേനോൻ, അതായത് ഗുരുവിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞ് ഗുരുവിന്റെ ദർശനം ഈ ലോകം എങ്ങും എത്തിക്കുവാൻ വേണ്ടി നടന്ന ആ സന്യാസി വര്യനെ കണ്ടുമുട്ടുകയും അങ്ങനെ ഗുരുവിൽ ആകർഷനായി ഈ പരമേശ്വര മേനോൻ ഗുരുവിനെ കാണുവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുമ്പോൾ വടക്കാഞ്ചേരി പറളിക്കടവ് ക്ഷേത്രത്തിൽ മഹാഗുരു വരുന്നുണ്ട് എന്നറിഞ്ഞ് അവിടെ പോയി ഈ ബോധാനന്ദ സ്വാമികളോടൊപ്പം പരമേശ്വര മേനോൻ കാണുകയും അങ്ങനെ ഗുരുവുമായിട്ട് സംസാരിച്ചിരുന്നു. ആ മഹാഗുരുവിനെ തൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിക്കുകയും ശിവഗിരിയിലേക്ക് പോവുകയും ശിവഗിരിയിൽ ചെന്ന് 1928 ജനുവരി 9 ശ്രീനാരായണ ധർമ്മസംഘം രൂപീകരിക്കുമ്പോൾ അതിന് ജനറൽ സെക്രട്ടറി ആയിട്ട് മഹാഗുരു ഈ പരമേശ്വര മേനോൻ BA LLB നിയമിതനാക്കി. കാരണം എന്താണ്, ഇദ്ദേഹം ഒരു ഹൈക്കോടതി ജഡ്ജിയാണ് ആയിരുന്നു. അദ്ദേഹം ആ ജോലി രാജിവെച്ചിട്ടാണെന്ന് ഗുരുവിന് മനസ്സിലായി. കാരണം നിയമങ്ങളൊക്കെ നിയമാവലിയൊക്കെ വളരെ കൃത്യമായിട്ട് എഴുതുവാൻ ഒരു നിയമം പഠിച്ച ഒരാൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജനറൽ സെക്രട്ടറി ആക്കി. അങ്ങനെ ദിവ്യശ്രീ ബോധാനന്ദ സ്വാമികൾ മഹാഗുരുവിന്റെ മഹാസമാധിക്ക് ശേഷം 3-ാം ദിവസം സമാധിയാകുകയാണ്. അതിനുശേഷം അതിൻ്റെ അടുത്ത മഠാധിപതിയായിട്ട് ഗോവിന്ദാനന്ദ സ്വാമികൾ വരികയാണ്. ഗോവിന്ദാനന്ദ സ്വാമികൾ മഠാധിപതിയായിട്ട് ഇരുന്ന സമയത്തും വളരെ കൃത്യമായിട്ട് കണക്കുകളൊക്കെ എഴുതുകയും കാഞ്ചീപുരത്ത് അദ്ദേഹം പോയപ്പോൾ അവിടെയും ചെന്ന് ശിവഗിരിയിലെ കണക്കുകളൊക്കെ വളരെ കൃത്യമായിട്ട് ഒരു അണുവിട പോലും പൈസയ്ക്കൊന്നും കുറവ് വരാതെ കണക്കുകളെല്ലാം കൊണ്ട് കാണിച്ച് അങ്ങനെ കൃത്യമായിട്ട് ജോലികൾ ചെയ്തു വരുന്ന സമയത്താണ് ഗോവിന്ദാനന്ദ സ്വാമിയും സമാധിയാകുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് ജാതി പിശാചികൾ, അതായത് ഉയർന്ന ജാതിയിലുള്ള ഒരു യാഥാസ്ഥിക നായർ തറവാട്ടിലെ അംഗമാണ് ഈ പരമേശ്വര മേനോൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ജാതിയുടെ പേരിൽ വേട്ടയാടാൻ തുടങ്ങി. അദ്ദേഹം അതുകൊണ്ട് മനസ്സുമടുത്ത് വടക്കേ ഇന്ത്യയിലേക്ക് യാത്രയാകുകയാണ്. ഈ വടക്കേ ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ഇദ്ദേഹം കണ്ടുമുട്ടുന്നുണ്ട് ഒരാളെ. ആ വടക്കേ ഇന്ത്യയിൽ പോകുമ്പോഴും ഒക്കെ ഗുരുദേവ ദർശനം പ്രചരിപ്പിക്കുവാൻ വേണ്ടി, അതായത് ഇവിടുന്ന് പോയെന്ന് പറഞ്ഞ് മഹാഗുരുവിനെ അദ്ദേഹം മനസ്സിൽ നിന്ന് വിട്ടുകളഞ്ഞില്ല. ഗുരുവിന്റെ ദർശനമൊക്കെ പ്രചരിപ്പിച്ച് നടന്നു. അങ്ങനെ ഈ ജാതിയുടെ പേരിൽ താൻ അനുഭവിക്കുന്ന യാതനകളൊക്കെ എഴുതി ഒരു പുസ്തകം ഉണ്ടാക്കി. ആ പുസ്തകം ഡോക്ടർ BR അംബേദ്കർ കാണുവാനിടയായി. ഉടനെ അംബേദ്കർ പറയുന്നുണ്ട് ഞാനും ഇങ്ങനെ ഒരു പുസ്തകം എഴുതുവാനിരുന്നതാണെന്ന്. കാരണം അംബേദ്കറിന്റെയൊക്കെ ജീവചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ കാണാം, അദ്ദേഹത്തിന്റെ ചെറുപ്പകാലങ്ങളിൽ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം എടുത്തുവാൽ പോലും അതിനുള്ള ശിക്ഷകൾ, അതായത് വെള്ളം കുടിക്കുവാൻ പോലും ഒരു സ്വാതന്ത്ര്യമില്ലായിരുന്നു. അതായത് പഠിക്കുവാൻ ചെല്ലുമ്പോൾ തറയിൽ പാവിരിച്ചിരുന്ന് പഠിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അങ്ങനെ ജാതിയുടെ പേരിൽ അവരൊക്കെ അനുഭവിച്ച യാതനകൾ ഒക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. അങ്ങനെ ഈ പരമേശ്വര മേനോൻ എഴുതിയ ബുക്ക് കണ്ടിട്ട് അംബേദ്കർ പറഞ്ഞു എനിക്കും ഇങ്ങനെ എഴുതണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഗുരുവിന്റെ ദർശനമൊക്കെ അറിയുവാൻ ഇടയായിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. കാരണം ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ അതിൻ്റെ ആർട്ടിക്കിൾ 14 മുതൽ 17 വരെയുള്ള ആ ഭരണഘടനയുടെ ആ മൂല്യവാക്യങ്ങൾ നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ അവിടെ എന്താ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, ഇതാണ് നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് അല്ലേ. ഗുരു 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ കഴിഞ്ഞിട്ട് ഗുരു നമ്മൾക്ക് തന്ന വലിയൊരു സന്ദേശമുണ്ട്. എന്താണ്? ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേന വാഴുന്ന മാതൃകാസ്ഥാനമാമിതെന്ന്. ആ വലിയൊരു സന്ദേശം തന്നെയല്ലേ ഇവിടെ നമ്മളുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമ്മളെ എല്ലാവരും ചേർത്ത് നിൽക്കുവാൻ വേണ്ടി ആ സന്ദേശം ഡോക്ടർ BR അംബേദ്കറും നമുക്ക് തരുന്നത് അല്ലേ. അപ്പോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഗുരുവിന്റെ ഗൃഹസ്ഥരും സന്യസ്തരുമായ ശിഷ്യന്മാരൊക്കെ ഈ ഗുരുവിനെ കുറിച്ച് ഗുരുവിന്റെ ദർശനം ഈ ലോകമെങ്ങും പ്രചരിപ്പിക്കുവാൻ നടന്നപ്പോൾ എല്ലാവരും ഒന്നായി തീരണമെന്ന മഹാഗുരുവിന്റെ ദർശനം നമ്മൾക്കൊക്കെ പ്രാവർത്തികമാക്കുവാൻ വേണ്ടി ഈ ലോകമെങ്ങും ഇനിയും മുന്നോട്ട് പോകുമ്പോഴും ഇത് തന്നെയാണ്. കാരണം ഗുരുവിന്റെ ആ ഒരു ഏകലോക ദർശനമായിരിക്കും ഇനിയും വരും കാലങ്ങളിൽ. ഏതൊരു കാലത്തിനും കാലാതീതമായ വലിയൊരു ദർശനമാണ് ഗുരു നമുക്ക് തന്നിരിക്കുന്നത്. അങ്ങനെ ഈ ജോൺ ധർമ്മതീർത്ഥ സ്വാമികൾ ആ വടക്കേന്ത്യയിലൊക്കെ പോയി ഇതെല്ലാം കണ്ടിട്ട് തിരിച്ചു വന്ന് പിന്നീട് ശാരദാ മഠത്തിന്റെ 25ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ ഇവിടെ തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്ന് അതിന്റെ പരിപാടിയിലെല്ലാം പങ്കെടുത്തു. പക്ഷെ പിന്നീടും അദ്ദേഹത്തെ ജാതിയുടെ പേരിൽ വലിയ യാതനകൾ അനുഭവിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ ഹിന്ദു മതത്തിൽ നിന്നാൽ എനിക്ക് എൻ്റെ ഗുരുവിനെ പ്രചരിപ്പിക്കുവാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാക്കാം ഈ മതത്തിൽ നിന്നാലും ഗുരുവിനെ പ്രചരിപ്പിക്കാൻ സാധിക്കില്ല. പക്ഷെ വേറെ ഏത് മതത്തിൽ പോയാലും ഗുരുവിന്റെ തിരുവചനം നമുക്ക് പ്രചരിപ്പിക്കാം. കാരണം ഗുരു ഒരു ദേശത്തെയോ ഒരു ജാതിയെയോ ഒരു മതത്തെയും കുറിച്ചല്ല ഗുരു നമുക്ക് ദർശനം പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏത് മതത്തിൽ പോയാലും ഗുരുവിന്റെ ദർശനം പ്രചരിപ്പിക്കാം. അതവിടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം ഒരു മതം മാറുകയാണ്. അങ്ങനെ മതം മാറുമ്പോൾ ഇദ്ദേഹത്തിനോട് എല്ലാവരും പറഞ്ഞു മതം മാറുന്നെങ്കിൽ മഹാഗുരു കൊടുത്ത ഒരു നാമമുണ്ട്, ധർമ്മതീർത്ഥർ സ്വാമികൾ. അതായത് പരമേശ്വര മേനോൻ സന്യാസി ദീക്ഷ സ്വീകരിച്ചപ്പോൾ കിട്ടിയ പേരാണ് ധർമ്മതീർത്ഥർ സ്വാമികൾ. ഈ ധർമ്മതീർത്ഥർ സ്വാമികൾ
എന്ന പേര് മാറ്റുവാൻ പറഞ്ഞ് ഈ അതായത് ക്രിസ്തീയ മതത്തിലോട്ട് ചേർന്നപ്പോൾ അവർ പറഞ്ഞു ഈ പേര് മാറ്റാൻ പറഞ്ഞു. പേര് മാറ്റാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു എൻ്റെ പേര് ഞാൻ മാറ്റില്ല എന്ന് പറഞ്ഞു. നിർബന്ധം പിടിച്ചപ്പോൾ പിന്നെ ജോൺ എന്ന പേര് കൂടി ചേർത്തു. ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾ എന്നായി. അങ്ങനെ അദ്ദേഹം കൊല്ലത്ത് പാളയം പള്ളിയിൽ, ഒരു ക്രിസ്ത്യൻ പാളയം പള്ളിയിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു തിരുമേനി അവിടെ സന്ദർശിക്കുവാൻ വരുന്നുണ്ട്, ഒരു മെത്രോപ്പൊലീത്ത. അപ്പം അദ്ദേഹം വന്ന് സന്ദർശിക്കാൻ ഇങ്ങനെ ഉലാത്തിക്കൊണ്ടിരുന്നപ്പോൾ ഈ ജോൺ ധർമ്മതീർത്ഥ സ്വാമികളുടെ മുറിയിൽ നിന്നൊരു മണിയടി ശബ്ദം കേട്ടു. ഈ മണിയടി ശബ്ദം കേട്ടുകൊണ്ട് ഇദ്ദേഹം ആ ജനലിൽ പോയി നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഈ ജോൺ ധർമ്മതീർത്ഥ സ്വാമികൾ എന്താ എടുക്കുന്നത്? മഹാഗുരുവിന്റെ ഫോട്ടോയൊക്കെ വെച്ച് മാലയൊക്കെ ഇട്ട് പുഷ്പങ്ങൾ ഇട്ടുകൊണ്ട് മഹാഗുരു ഒരു പുഷ്പാഞ്ജലി മന്ത്രം നടത്തുകയാണ്. എന്താണ്? ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ, ഓം മനുഷ്യ വിഗ്രഹായ നമഃ, ഓം സംസാര താപശമനായ നമഃ എന്ന് പറഞ്ഞ് അവിടെ പുഷ്പാഞ്ജലി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടപ്പോൾ ഈ മെത്രോപ്പൊലീത്ത മിണ്ടാതെ അവിടെ നിന്നു തീരുന്നിടം വരെ. തീർന്നു കഴിഞ്ഞപ്പോൾ അകത്ത് കയറി ചെന്ന് ചോദിച്ചു, അങ്ങ് മതം മാറിയിട്ടല്ലേ ഇങ്ങോട്ട് വന്നത്? അപ്പോൾ തിരിച്ചു മറുപടി പറഞ്ഞത്, ഞാൻ മതം മാത്രമേ മാറിയുള്ളൂ, എൻ്റെ ഗുരുവിനെ എനിക്ക് ഒരിക്കലും മാറുവാൻ സാധിക്കില്ല എന്ന്. ആ ജോൺ ധർമ്മതീർത്ഥർ സ്വാമികളാണ് പിന്നീട് ഗുരുദേവ ദർശനങ്ങൾ ഈ ലോകം എങ്ങും പ്രചരിപ്പിച്ച് നടക്കുകയും ഇപ്പോൾ നമ്മൾ ചെമ്പഴന്തി വയൽവാരം വീട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ഇന്ന് സ്വന്തമായിട്ട് നമ്മുടെ ഗുരുവിൻ്റെ വീട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചെമ്പഴന്തിയിൽ കാണുവാൻ ചെല്ലാറുണ്ട് ഇല്ലേ? അപ്പോൾ ആ മഹാഗുരു ജനിച്ച ഗൃഹം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ അറിയാറ്. പക്ഷേ മഹാഗുരു ജനിച്ച ഇടം ഇലഞ്ഞിക്കൽ തറവാടായിരുന്നു. വലിയ കൂട്ടുകുടുംബമൊക്കെയുള്ള, അതായത് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലമൊക്കെയുള്ള വലിയൊരു കുടുംബത്തിലാണ് മഹാഗുരു ജനിച്ചത്. കൂട്ടുകുടുംബം ആയതുകൊണ്ട് ഇത് പല ഭാഗങ്ങളായിട്ട് തിരിച്ച് ഓരോരുത്തർക്കും കൊടുത്തപ്പോൾ അവരുടെയൊക്കെ ഓരോരുത്തരുടെ ഭാഗങ്ങൾ വിറ്റ് വന്നപ്പോൾ ലാസ്റ്റ് കുട്ടിയമ്മ പ്രസവ ശുശ്രൂഷയ്ക്കായി ഉപയോഗിച്ചിരുന്ന ഈ വയൽവാരം വീട് മാത്രം വിൽക്കുന്ന ഒരവസ്ഥയിൽ വന്നു. അതും കുറച്ച് പേരുടെ ഓഹരിയാണ്. അത് പക്ഷെ വിറ്റുപോകുന്ന അവസ്ഥ വന്നപ്പം ഈ പരമേശ്വരമേൻ, അതായത് ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾ എന്ത് ചെയ്തെന്നോ, തനിക്ക് തൻ്റെ വീട്ടിന് ഭാഗം വെച്ചപ്പോൾ കിട്ടിയ ഒരു ഭാഗത്തിന് ഒരു 500 രൂപ ശിവഗിരി മഠത്തിന് ഏൽപ്പിച്ച് ഈ വയൽവാരം വീട് സ്വന്തമാക്കുകയാണ് ഉണ്ടായത്. അല്ലെ ഇന്ന് നമ്മൾക്ക് വയൽവാരം വീടും കാണുവാൻ പറ്റുമെന്ന് സംശയമാണ്. കാരണം നമ്മൾ ഈ കൃതി പുസ്തകം എടുക്കുമ്പോഴും വയൽവാരം വീട്ടിൽ ചെല്ലുമ്പോഴും ഒക്കെ നമ്മൾ സ്മരിക്കേണ്ട ഒരു വ്യക്തിത്വമാണ്, ഒരു സന്യാസി വര്യനാണ് ഈ ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾ. തനിക്ക് ഈ മതത്തിൽ നിന്ന് മഹാഗുരുവിനെ പ്രചരിപ്പിക്കുവാൻ സാധിക്കില്ല എന്നൊരു തോന്നലുണ്ടായപ്പോൾ വേറൊരു മതത്തിൽ ചേർന്ന് പേര് മാറ്റിയെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ഇന്ന് കൃതികൾ നമ്മളുടെ കയ്യിൽ 64ഓളം കൃതികൾ നമ്മളുടെ കയ്യിൽ ഒരു പുസ്തക രൂപത്തിൽ KM കുമാരസ്വാമി സന്യാസി അത് 1941 പ്രസിദ്ധീകരിച്ച് നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ ഈ ജോൺ ധർമ്മതീർത്ഥ സ്വാമികൾ തൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെച്ചതെല്ലാം കൂടി സമാഹരിച്ചാണ് നമ്മളുടെ കയ്യിലെത്തിയത്. ഈ കൃതി പുസ്തകം തുറന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ സ്മരിക്കേണ്ട വ്യക്തിത്വങ്ങളാണ് ഈ ജോൺ ധർമ്മതീർത്ഥർ സ്വാമികൾ, KM കുമാരസ്വാമി സന്യാസി. അദ്ദേഹവും ഇതുപോലെ ഒരു റെയിൽവേയിൽ ഫുഡ് കോർട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ മഹാഗുരു ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്ന് യാത്ര ചെയ്യുവാൻ വേണ്ടി പോകുമ്പോൾ ഗുരുവിൽ ആകർഷനായി ഗുരുവിനോടൊപ്പം ചേരുകയും പിന്നീട് ഗുരുവിൻ്റെ ആ തിരുചരിത്രമൊക്കെ ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളായിട്ടൊക്കെ ധാരാളം എഴുതിയിട്ടുണ്ട്. അതുപോലെ ചട്ടമ്പി സ്വാമികൾ മഹാഗുരുവിൻ്റെ ഗുരുവാണെന്നൊക്കെ പറയുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുകയും ഒക്കെ ചെയ്ത ഒരു സന്യാസി വര്യനാണ് KM കുമാരസ്വാമി സന്യാസി. ഇവരെയൊക്കെ നമ്മൾ സ്മരിക്കണം. പിന്നീട് ഇത് ശിവഗിരി മഠം ഏറ്റെടുക്കുമ്പോൾ നമ്മളുടെ ബ്രഹ്മശ്രീ ഗീതാനന്ദ സ്വാമികൾ, ശ്രീനാരായണ തീർത്ഥർ സ്വാമികൾ, ഇവരെയൊക്കെ നമ്മൾ സ്മരിക്കേണ്ടതാണ്.